Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. വള്ളുവനാടിന്റെ എഴുത്തുകാരൻ തൂലിക ഉപേക്ഷിച്ച ഓർമ്മയിലേക്ക് ചേക്കേറിയിട്ട് 17 വർഷം. നാടൻ ജീവിതവും നാടൻ ശൈലികളും ഇഷ്ടപ്പെട്ടിരുന്ന ആ അതുല്യ പ്രതിഭയുടെ മാന്ത്രിക വിരലിൽ നിന്നും ഉതിർന്നത് എല്ലാം പച്ചയായ ജീവിത കഥകളായിരുന്നു. ജന്മം കൊണ്ട് തൃശൂർ ജില്ലക്കാരനായ അദ്ദേഹം വള്ളുവനാടിന്റെ ഭംഗി ആവോളം തന്റെ കഥകളിൽ ഉൾപ്പെടുത്തി. തന്റെ ഭൂതക്കണ്ണാടി എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ തിരച്ചിലിലാണ് അകലൂരിലെ അമരാവതി കണ്ടെത്തുന്നത്. പിന്നീട് അങ്ങോട്ട് തനി വള്ളുവനാട്ടുകാരനായി മാറി. ഒറ്റപ്പാലത്തും ലക്കിടിയിലും തനി നാടൻ നാട്ടുകാരനെ പോലെ നടന്നു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളൊക്കെ തീക്ഷ്ണമായ അനുഭവ സമ്പത്ത് അടങ്ങിയ യഥാർത്ഥ കഥാപാത്രങ്ങളായി മാറിയത്. അദ്ദേഹത്തിന് അത്രമേൽ പ്രിയപ്പെട്ട അമരാവതിയുടെ മണ്ണിൽ നിത്യതയിലേക്ക് മടങ്ങിയിട്ട് 17 വർഷം തികയുകയാണ്. രാവിലെ തന്നെ ഭാര്യയും മകനും മറ്റു കുടുംബാംഗങ്ങളും ചേർന്ന് പുഷ്പാർച്ചന നടത്തി. രാത്രി വരെ ഇന്നേ ദിവസം അമരാവതിയിലേക്ക് അച്ഛനില്ലാത്ത 17 വർഷം കടന്നുപോയപ്പോൾ ഈ വർഷം ഏറെ പ്രിയപ്പെട്ടതായി മകൻ വിജയ് ലോഹിതദാസ് പറയുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ആദ്യമായി കിരീടത്തിന്റെ റീ റിലീസിൽ വീണ്ടും ബിഗ് സ്ക്രീനിൽ ലോഹിതദാസ് എന്ന പേര് കാണാൻ ഭാഗ്യമുണ്ടാവുകയാണ്. ഒട്ടും തനിമ ചോരാതെ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് എന്നും വിജയ് ലോഹിതദാസ് പറയുന്നു. 17 വർഷങ്ങളാവുന്നു. ഇവിടെ നമ്മൾ വേറെ ചടങ്ങുകളോ കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ പോലും കഴിഞ്ഞൊരു 17 വർഷമായിട്ട് ഇവിടെ സ്ഥിരം ഈ ഒരു ദിവസം വന്നു ചേരുന്ന ആൾക്കാരുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ പറഞ്ഞ പോലെ രാത്രിയിൽ പോകുന്നു, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി ഇവിടെ എത്തിച്ചേരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ വർഷം ഉണ്ടാവും. പിന്നെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു വർഷമുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ മരണശേഷം ഇപ്പോഴാണ് വീണ്ടും അച്ഛൻ്റെ പേര് സ്ക്രീനിലേക്ക് വീണ്ടും കിരീടം റീ റിലീസിന് ഒരുങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം അവർ ആ ഒറിജിനൽ സിനിമേൻ്റെ ഒട്ടും തന്നെ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ, എന്നാൽ അതിന് ഈ പറയുന്ന രീതിയിൽ നമുക്ക് പലപ്പോഴും റീമാസ്റ്റർ ചെയ്ത് വരുന്ന സിനിമകളുടെ ശബ്ദമോ അല്ലെങ്കിൽ എഫക്ട്സോ കാര്യങ്ങളൊന്നും നമുക്ക് ആക്സെപ്റ്റബിൾ അല്ല. കാരണം നമ്മൾ കണ്ട് ശീലിച്ചെന്ന് ഒരുപാട് മാറുന്നു, മ്യൂസിക് മാറുന്നു. ഇത് അത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നുമില്ലാതെ ആ ഒറിജിനൽ സിനിമ തന്നെ വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അമരാവതിയിലെ മരണമില്ലാത്ത അതുല്യ പ്രതിഭയ്ക്ക് വള്ളുവനാടിന്റെ സ്വന്തം എഴുത്തുകാരൻ ലോഹിതദാസിന് 1000 ഓർമ്മപ്പൂക്കൾ.